കേരളത്തിൽ നല്ല കാര്യങ്ങളൊന്നും നടക്കരുതെന്ന UDF നേതാക്കളുടെ നിർബന്ധ ബുദ്ധിയാണ് മദ്യക്കമ്പനി വിവാദത്തിന് പിന്നിലെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ് അഭിപ്രായപ്പെട്ടു. ദേശീയപാതാ വികസനവും കേരളയിലും ഉൾപ്പെടെ എല്ലാ നല്ല കാര്യങ്ങളെയും എതിർത്ത ചരിത്രമാണ് പ്രതിപക്ഷത്തിനുള്ളതെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കഞ്ചിക്കോട് മദ്യക്കമ്പനിക്ക് പ്രാഥമിക അനുമതി നൽകിയത് സുതാര്യമായാണെന്നും ജലചൂഷണം അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒരു കാര്യവും നടക്കരുതെന്നും ഒന്നും നടത്താൻ അനുവദിക്കില്ല എന്നും നിശ്ചയിച്ചുറപ്പിച്ച വളരെ പ്രതിലോമകരമായി പ്രവർത്തിക്കുന്ന ശക്തികളാണ് ഇതിനെയൊക്കെ വിവാദമാക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിക്ഷേപം വരുന്നില്ല എന്ന് ഇത്രയും കാലം പ്രചരിപ്പിച്ചവർക്ക് ആ പ്രചരണം ഇപ്പോൾ യേശുന്നില്ല എന്ന് വ്യക്തമായി. കാരണം വലിയ തോതിൽ നിക്ഷേപം കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യവസായ വികസന സൂചികയിൽ കേരളം 1-ാം റാങ്കിലെത്തി. പഴയ പരാതി എന്തായിരുന്നു? വ്യവസായ വികസന സൂചികയിൽ കേരളം പിന്നിലാണ് എന്നായിരുന്നു. 1-ാം റാങ്കിലെത്തി. അപ്പം മിണ്ടാട്ടമില്ലാതായി. കഴിഞ്ഞ ദിവസം കണക്ക് വന്നല്ലോ. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ പണിമുടക്കുകൾ ഏറ്റവും കുറവ് ഉണ്ടായ സംസ്ഥാനം കേരളമാണ്. എന്തെല്ലാം തെറ്റായ ആഖ്യാനങ്ങളാണോ കേരളത്തെ കേന്ദ്രീകരിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത്, അതെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. മദ്യക്കമ്പനിയിൽ നിന്ന് എന്ത് കിട്ടിയെന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അത് കോൺഗ്രസിന്റെ സംസ്കാരമാണ് എന്നും ഒന്നും കിട്ടാതെ എന്തെങ്കിലും ചെയ്യുന്ന രീതി കോൺഗ്രസുകാർക്ക് ഇല്ല എന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. കാരണം എന്തെങ്കിലും കിട്ടാതെ ഇങ്ങനൊരു കാര്യം നടത്തുന്നതിനെക്കുറിച്ച് കോൺഗ്രസുകാർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു കോൺഗ്രസുകാരൻ എന്ന നിലയിൽ ശ്രീ VD സതീശന്റെ സ്വാഭാവിക ചിന്തയാണ്. പ്രതിപക്ഷ നേതാവാകാനുള്ള ശ്രമത്തിൽ ചെന്നിത്തലയും സതീശനും മത്സരിക്കുകയാണ്. അത് നടക്കട്ടെ. നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് സർക്കാർ അതിന് ശരിയായ രീതിയിൽ എല്ലാ പരിശോധനകൾക്കും ശേഷം അനുമതി നൽകി. പ്രാരംഭാനുമതിയാണ് നൽകിയിട്ടുള്ളത്. ആ പ്രാരംഭാനുമതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്രയും സുതാര്യമായ രീതിയിൽ നടന്നൊരു കാര്യമാണ്. അപ്പൊ അതിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന വിവാദം വെറും രാഷ്ട്രീയ ലാഭം മാത്രം വെച്ചുകൊണ്ടാണ്. ഒരു കഴമ്പൂതിരില്ല. പ്രതിപക്ഷം കഴിയുന്നത്ര ഈ വിവാദവുമായിട്ട് മുന്നോട്ട് പോകട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് അതിനൊക്കെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള തർക്കം മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ദിവസം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും പത്രസമ്മേളനം നടത്തുന്നതനുസരിച്ച് നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്കതൊരാവശ്യമാണ്. ദിവസം 3 നേരവും നടത്തിയിട്ട് ഞാനാണ് ഇതിന് മുമ്പൻ എന്ന് സ്ഥാപിക്കേണ്ടത് അവരുടെ രണ്ടുപേരുടെ ആവശ്യമാണ്. അവർ നടത്തിക്കോട്ടെ. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയാണ് കമ്പനിക്ക് പ്രാഥമിക അനുമതി നൽകിയത്. നിലവിലുള്ള നിയമങ്ങളെല്ലാം അവർ പാലിക്കേണ്ടി വരും. വിഷയത്തിൽ സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ല. ഒരു ജലചൂഷണവും നടത്തുന്ന ഒരു പ്രവർത്തനം അനുവദിക്കില്ല. അങ്ങനെയല്ല അത് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞത് എല്ലാം പരിശോധിച്ചിട്ടാണ് എന്നത്. അതെല്ലാം പരിശോധിച്ചിട്ടാണ്. അപ്പൊ ആദ്യം പറഞ്ഞ ആക്ഷേപത്തിൽ നിന്നൊക്കെ പിന്നാക്കം പോയിപ്പോ. ആദ്യം എന്തായിരുന്നു പറഞ്ഞത്? ടെൻഡർ വിളിച്ചില്ല എന്നായിരുന്നു. അതാണ് ക്രമക്കേട്, അഴിമതി എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പൊ ടെൻഡറിൽ പോയി വെള്ളത്തിലേക്ക് എത്തിയോ? അതാ ഞാൻ പറഞ്ഞത്. ഇവരെ എത്ര കാലം കൊണ്ടുവന്ന് നോക്കട്ടെ. എനിക്ക് സന്തോഷമാണ്. നിങ്ങൾ നന്നായി പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടുപേരെയും മത്സരിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഞാൻ പറയട്ടെ, പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ രമേശ് ചെന്നിത്തലയും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം. പ്രതിപക്ഷം കൊണ്ടുവരുന്ന ആരോപണങ്ങളുടെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കാൻ ഇത് ഉപകരിക്കും. കുറച്ചു ദിവസം പോട്ടെ. എല്ലാ ചോദ്യങ്ങൾക്കും നിയമസഭയിൽ വ്യക്തമായ മറുപടി നൽകുമെന്നും രാജേഷ് പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.